ഈ പിണറായി വിജയനെ കാണുമ്പോൾ മാധ്യമങ്ങൾ കവാത്ത് വറക്കുക എന്നൊരു പരിപാടി സ്ഥിരമായിട്ടുണ്ട്. ഇന്ന് തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു അതെ വാർത്താ അതെ സമ്മേളനം DFI സമാപന സമ്മേളനം എന്നാണല്ലോ. അവിടെ പിണറായി തൃശ്ശൂരിൽ ആയിരിക്കുമല്ലോ അതെ വാർത്താ സമാപന സമ്മേളനം ഉദ്ഘാടനം. നടത്തിയപ്പോഴും ഇത് തന്നെ അവിടെ സംഭവിച്ചു. എങ്കിൽ പോലും ഒരു കാര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ, അത് ആരാണെന്ന് അറിയില്ല, അപ്പം ആ ചോദ്യങ്ങൾ വളരെ കാലിക പ്രസക്തമായൊരു ചോദ്യം ആ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അതേസമയം പിണറായിയുടെ അവകാശവാദങ്ങൾക്കും പിണറായി മലയാള മനോരമ തെറി പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾക്കും എതിരെ ഒന്നും ചോദിക്കാൻ ഇവനോടെ മനോരമയുടെ ലേഖനം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരാരും തയ്യാറായിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? ഇയാൾ ഒരു വലിയ ഒരു കോട്ട കെട്ടി വെച്ചിട്ടുണ്ട്. ഇയാൾ ഈ 10 വർഷത്തിന് മുമ്പേ കെട്ടാൻ തുടങ്ങിയ കോട്ടയാണിത്. അപ്പോൾ അതിൻ്റെ ആ കോട്ടയ്ക്ക് അരികിലേക്ക് ഒരാളെ അടുക്കാൻ തമ്പുരാൻ ഇഷ്ടമല്ലാത്തത് അയാളുടെ ഒരു ഇമേജാണ് അത്, അങ്ങനെയാണ്. പക്ഷെ അത് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. കൊല്ലത്തൊന്ന് ചോദിച്ചല്ലോ രണ്ടുപേര്. അതെ, അതിന് പക്ഷേ മാധ്യമ ഉടമകൾ അല്ലെ മാധ്യമ സ്ഥാപനം നടത്തുന്നവർ കൃത്യമായ ട്രെയിനിങ് നിങ്ങൾ റിപ്പോർട്ടർമാർക്ക് നൽകാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരാൾ വന്ന് അത് പിണറായി വിജയൻ ആയിക്കോട്ടെ, ഇ ഡി സതീശൻ ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, നടാൽ കുരുക്കാത്ത നുണ പറയുക അല്ലെങ്കിൽ വളച്ചൊടിച്ച കാര്യങ്ങൾ പറയുക, ഇതിനെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ റിപ്പോർട്ടർമാരെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇനിയിപ്പോൾ തൃശ്ശൂർ നടന്ന ആ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് കത്ത് കൊടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ് എന്ന് സ്പീക്കർ പറഞ്ഞുവല്ലോ എന്ന് ഒരു ചോദ്യം പിണറായി വിജയന് നേരെ ഉയരും. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, അതെ ഞാൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് നിയമം അനുസരിച്ച് കത്ത് കൊടുക്കേണ്ട ആൾ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്താ പറഞ്ഞു? അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് അത് ആരായിരിക്കും, അത് ഞങ്ങളും കൊടുത്തോളാം എന്നാണ് പറയുന്നത്. അതാരായിരിക്കും എന്ന് ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കും. അത് CPM-ൽ നിന്നാണോ CPI-ൽ നിന്നാണോ? നല്ല ചോദ്യമായിരുന്നത്. കൃത്യമായ ചോദ്യമാണ്. കൃത്യമായ ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി കൊടുത്തു. ഒരു സംശയവും വേണ്ട, അത് CPM-ൽ നിന്നായിരിക്കും. ഇത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നിടം വരെ അതിൻ്റെ റിയാക്ഷൻ വന്നിട്ടില്ല. CPI-ക്കാർക്ക് എന്ത് റിയാക്ഷൻ? ഇതിനകത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് പിണറായി വിജയൻ കട്ടക്കലിപ്പിലാണ് CPI-യോട്. ആകെ തന്നെ പിന്നെ 35 സീറ്റാണ് ആകെയുള്ളത്. അതിൽ 25 എണ്ണമേ CPM-നുള്ളൂ. ബാക്കി ഒന്ന് കൂത്തുപറമ്പിൽ മറ്റേ RJD-ക്ക് കിട്ടി, ബാക്കി CPI-ക്ക് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി 26 സീറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു, ഈ രാഷ്ട്രീയമായി നേരിടുമോ? അതങ്ങനെ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അത് വീണയുടെ വിഷയം. അത് ഒരു വ്യക്തിയുടെ സംഭവമാണ്. അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടേണ്ട കാര്യമില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ബിസിനസ്സായി കാണാൻ, രാഷ്ട്രീയം കാണണം, അത്രേ ഉള്ളൂ. അത് ആരാന്ന് വെച്ചാൽ ചെയ്തവർ അത് അവർ നോക്കിക്കോളും. ഇത് സത്യത്തിൽ വലിയ ഒരു തിരിച്ചടിയാണ് CPM-നെ സംബന്ധിച്ചത്. അവരുടെ നിലപാടാണ് പറഞ്ഞത്. അതിനകത്ത് അവർ അങ്ങനെ പറയുന്നതിനകത്ത് പ്രഥമ ദൃഷ്ട്യാ തെറ്റൊന്നുമില്ല. പക്ഷേ പിണറായിയെ പോലെയുള്ള ഒരുത്തൻ അയാളുടെ മകളെ കൈവിടുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കാരണവശാലും ഒന്നോട്ട് അവർ പിന്നെ അയാളുടെ പ്രഖ്യാപിത ശത്രുവാണ്. മാത്രമല്ല, ഇത് നമ്മൾ അന്ന് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ ഈ വീണയുടെ വാടക വീട്ടിൽ വെച്ച് ഈ ഇടിക്ക് നടന്ന ആക്രമണമൊക്കെ ബന്ധപ്പെട്ട് അന്ന് പിന്നീട് തിരുവനന്തപുരത്ത് ഒരു ഐക്യദാർഢ്യ പ്രകടനം നടന്നപ്പോൾ CPI-ക്കാർ പങ്കെടുത്തിരുന്നു. LDF ആണ് ജാഥ നടത്തിയത്. അതെ, അവർ പങ്കെടുത്തു. പക്ഷേ പിന്നീടാണ് അവർ മാറി. അവർക്ക് കാര്യം മനസ്സിലായി, അവർ മാറി. പക്ഷേ ഇപ്പം ഇദ്ദേഹം ബിനോയ് വിശ്വം പാവം പിടിച്ചോ മറന്നുപോയൊരു കാര്യമുണ്ട്. പിണറായി വിജയന് CPM-നേക്കാൾ വലുത് അയാളുടെ മക്കളാണ്. അത്രേ ഉള്ളൂ. അയാൾക്ക് CPM അയാളുടെ ഉപജീവന മാർഗം മാത്രമാണ്. അങ്ങനെയുള്ള പിണറായി വിജയന് ഒരു കാരണവശാലും ബിനോയ് വിശ്വത്തെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സപ്പോർട്ട് തരാതെ പോകുന്നത് വലിയ ഒരു തെറ്റായ സന്ദേശമാണ്. മാത്രമല്ല അവിടെ CPM ഒറ്റപ്പെട്ടു. കാരണം ഇനി ഇടതുമുന്നണിയിൽ അങ്ങനെ ഒരു സ്വന്തമായിട്ട് പറയാൻ ആർജമുള്ള വേറെ ആരും ഇല്ലല്ലോ. ഇനി ആരൊക്കെയാണുള്ളത്? കോൺഗ്രസ് അതിപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, കടന്നപ്പള്ളി. പിന്നെ RJD ഒരു MLA ഉണ്ട്. ആ പാർട്ടിയെ കുറിച്ച് ഇപ്പോൾ ആരും കേൾക്കാറില്ല. പിന്നെ വേറെ ഏതാണാവോ? മറ്റേ അഹമ്മദ് ദേവറോവലിൻ്റെ പാർട്ടി, കേരള കോൺഗ്രസ് ഇല്ല, ഒരു MLA പോലും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ്റെ മകൾ ഹവാല കടത്തിയാലും പിണറായി വിജയൻ്റെ മകൾ കൈക്കൂലി മേടിച്ചാലും ഇനി പിണറായി വിജയൻ കൈക്കൂലി മേടിച്ചാലും സംരക്ഷിക്കേണ്ട ബാധ്യത CPI-ക്ക് ഇല്ല. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്.
അത് അദ്ദേഹത്തിന് അതേ പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇനി അഥവാ അല്ലാതാണ് ഇദ്ദേഹം കൂടെ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഇങ്ങേരെ ഇയാളുടെ പാർട്ടിയിൽ നിന്ന് കുത്തിയിളക്കി ദൂരം. മാത്രമല്ല കഴിഞ്ഞ ദിവസം CPIയുടെ നേതൃയോഗം നടന്നപ്പോൾ എല്ലാവരും കൂടെ ബിനോയ് എടുത്തിട്ട് കൊടുക്കുകയായിരുന്നു. ബിനോയ് അത് രൂക്ഷമായി വിമർശിച്ചു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പോകരുതെന്നൊരു ഒരാൾ പറഞ്ഞു എന്നാണ്. അത് ശരി. അപ്പോൾ അത്രയും രൂക്ഷമായ വിമർശനം അവിടെ ഉയർന്നിരുന്നു. മാത്രമല്ല എല്ലായ്പ്പോഴും ഈ ബിനോയ് കുറിച്ച് CPI വലിയ വിഭാഗം ആരോപിക്കുന്നത് അദ്ദേഹം എപ്പോഴും പിണറായി വിജയന് പൂർണ്ണമായി വിധേയനെ കീഴടങ്ങി നിൽക്കുന്നു എന്നാണ്. പിണറായി വിജയന് കീഴടങ്ങാത്ത ഏത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് അത് ചന്ദ്രപ്പന് ശേഷം എന്ന് പറഞ്ഞാൽ മതി. അതെ, അതായത് നമുക്കറിയാം കാനത്തിന് മുമ്പാരായിരുന്നു. കാനത്തിന് മുമ്പ് ചന്ദ്രപ്പൻ അതിന് മുമ്പ് വെളിയം ഭാർഗവൻ അവരൊക്കെ ഒരു രക്ഷയല്ല. പിണറായി വിജയൻ എന്ന അവർ തരക്കാരല്ല, അവരൊക്കെ പിണറായിക്കുള്ള സീനിയേഴ്സാണ് അവർ. അതെ. അപ്പോൾ ഈ കാനം കയറിയപ്പോൾ തന്നെ കാനത്തിന്റെ തല പിണറായിയുടെ കക്ഷത്തിലായിരുന്നു. അത്രേ ഉള്ളൂ. അത് വേറെന്തോ വ്യക്തിപരമായ അവർ കുടുംബപരമായ വിഷയമാണത്. കാനത്തിന് ഇയാൾക്ക് തീറി ചെയ്യേണ്ടി വന്നു. അതാണ് ഈ പിണറായി വിജയന്റെ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത്. എന്തായാലും അയാൾ അധികാരത്തിൽ വരുമ്പോൾ എല്ലാം ഒത്ത് ചേർന്ന് അയാൾക്ക് വന്നു ഇല്ലേ? അതെ, തലയിൽ ചുണ്ട് കൊടുക്കണം പറയില്ല നമ്മൾ. ഈ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ പറയുന്ന പോലെ മേൽപ്പറഞ്ഞ ഗുണമെല്ലാം ഒത്തുചേർന്ന് ഒരാളിൽ കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികളത്തിങ്കൽ അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന് പിണറായി വിജയൻ വിരാജിച്ച 10 വർഷമാണ്. ഇപ്പം ആ ഗുണഗണങ്ങൾ ഓരോന്നായിട്ട് പൊഴിഞ്ഞ് താഴെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണ് ഈ എല്ലാവരും ഇതിപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരിക്കലും ഇദ്ദേഹത്തെ കുറ്റം പറയില്ല. ആരെയാണ് അദ്ദേഹത്തെ കുറ്റം പറയില്ല? കാരണം എങ്ങനെ അദ്ദേഹത്തിന് പറയാൻ പറ്റും ഞാൻ പിണറായി വിജയൻ്റെ മകൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റും? ഇനി അങ്ങേരുടെ പാർട്ടിക്കാരുടെ മുമ്പിൽ അയാൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ അവർ പറയുന്നുണ്ട് CPIക്കാർ ഇത്രയും പേരിലും ജയിച്ചെങ്കിൽ ആ മന്ത്രിമാരുടെ ഒരു മിടുക്കുകൊണ്ടാണ്. പക്ഷെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി എന്താവും സംഭവിക്കാൻ പോകുന്നത്? CPIക്കാർ അവരെ പാർട്ടിക്കകത്ത് നടക്കുന്ന ഒരു കമ്മിറ്റി മീറ്റിങ്ങിൽ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തും, ഇതിൽ ശക്തമായ ഉത്കണ്ഠ രേഖപ്പെടുത്തും. എന്നാൽ LDF യോഗത്തിന് പോയി ഒരൊറ്റ അക്ഷരം കമാന്തര അക്ഷരം അവർ മിണ്ടില്ല. ഇവർ മിണ്ടാതെ അവിടെ ഇരിക്കും. എനിക്ക് തോന്നുന്നത് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണെന്നാണ് ഉപനേതാവായിട്ട് അവർ തീരുമാനിച്ചിട്ടുള്ളത്. KN ബാലഗോപാൽ ഉപനേതാവായിരിക്കും. ഈ CPIക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാൻ പറ്റും? CPM ഇല്ലെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. CPM നന്നായിട്ട് അറിയാമല്ലോ അക്കാര്യം. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ, അതായത് ഇനിയും വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഇത് വലിയ ചൂട് പിടിച്ച ചർച്ചയായിട്ട് മാറും. ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് 2 ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇന്ന് ഇങ്ങനൊരു പ്രസ്താവന പരസ്യമായിട്ട് നടത്തിയത്. ഒന്ന്, വിഷയം വഴിതിരിച്ചുവിടാൻ സാധിക്കും. ഇപ്പോൾ CPI എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നതോടെ ഈ വാർത്തകൾ നേരെ പിണറായി വിജയനും CPIയുമായിട്ടുള്ള അല്ലെ CPMും CPIയുമായിട്ടുള്ള തർക്കത്തിലേക്ക് ഇത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വന്തം പാർട്ടിക്കുള്ളിൽ കൂടുതൽ ശക്തനാവാനും പറ്റും. ഞാൻ CPI ഒതുക്കിയിട്ടുണ്ടെന്ന് അറിയില്ലേ ഇക്കാര്യത്തിൽ? നമ്മുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് വലുത്. CPIക്കാർക്ക് ഒന്നും ഒരു കാര്യവുമില്ല എന്ന് സ്വന്തം പാർട്ടിക്കകത്ത് വന്നുകൂടെ സ്വയം പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് അങ്ങനെയാണ് സംഭവിക്കാൻ പോവുക. എന്താണെങ്കിലും ശരി, അങ്ങനെ ഒരു പിണറായി വിജയൻ എന്തായാലും തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ്, CPMന് തന്നെയാവും ആ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവും ലഭിക്കും. തൽക്കാലം വലിയേട്ടനായി തുടരും, അനിയൻ കൊച്ചാട്ടനായും തുടരും. അത്രയേ ഉള്ളൂ.